ഹായ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായിട്ട് എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ തറവാട് ദൈവത്തിൻ്റെ പൂജയാണ്. അപ്പോൾ എല്ലാവരും തറവാട്ടിലാണ്. അപ്പോൾ നമ്മൾ അമ്മയും അച്ഛനും എല്ലാവരും പോയിട്ടുണ്ട്. ഞാൻ ചേച്ചിയും ഈ തിരിഞ്ഞ് വട്ടത്തെ തിരിഞ്ഞ് ഇപ്പോഴാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും പോകും. ഒരു മഴയുടെ കാറുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. പോയി നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ്. കാക്ക ചത്ത് കിടക്കുന്നുണ്ട്. ഇവളൊരു നന്മമരമായതുകൊണ്ട് ഷോയിൻ്റെ അമ്മയാണ് കത്തുന്നത് എന്ന് തോന്നുന്നു. ഈ ലൈൻ കമ്പിയിൽ പെട്ടിട്ടായതാ തോന്നുന്നുണ്ട്. ഇവിടെ റോഡുണ്ട് കേട്ടോ. റോഡിൽ കൂടെ അതിൽ കൂടെ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തും. പക്ഷെ നമ്മൾ അമ്പലപ്പറമ്പിൽ കൂടെയാണ് പോകുന്നത്. നോക്കാം. അതാണ് നമ്മുടെ പൂരമൊക്കെ നടക്കുന്ന അമ്പലം കേട്ടോ. അമ്പലത്തിൽ ഇപ്പം പോകുന്നില്ല. ഇവിടെ മണ്ണിട്ടത് കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ കുറച്ച് വളഞ്ഞ് പോകണം. ബസ്സുകൾ പറയുന്നുണ്ട് ഈ വളഞ്ഞ് നമുക്ക് ആ വളവിൽ കൂടെ പോകാണ്. കുഴപ്പമില്ല, എന്നാലും ഇത് അടുത്തെത്തി എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ കുറച്ച് ചെളിയുണ്ട്. പക്ഷെ കുഴപ്പമില്ല. പണ്ടൊക്കെ നമ്മൾ ഇവിടെ വരുമായിരുന്നു കേട്ടോ. മാങ്ങ, നെല്ലിക്ക. സ്കൂളിൽ പഠിക്കുമ്പോൾ അതെ, അവിടെ സ്കൂൾ വാന് കയറാൻ നിൽക്കുമ്പോൾ ഇവിടെ കല്ലുകൊണ്ട് നെല്ലിക്കനൊക്കെ വലിക്കും, മാങ്ങ പറിക്കും ഒക്കെ ചെയ്യാറ്. എല്ലാം ഓർമ്മകൾ മാത്രമായി. ഹായ് ചെറിയ ചോറ്. ഹായ്, സുന്ദരിയായിട്ടുണ്ടല്ലോ. എപ്പോഴെത്തിയത്? ഇങ്ങോട്ട് വരൂ. പൂവുണ്ട് കേട്ടോ അവിടെ. ഇതാ ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു. ഹായ് ഗായ്സ്. എന്താ മുഖത്തിന് ഇത്രയും വെളിച്ചം? ഇതൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്, കണ്ണൊക്കെ എഴുതി. അപ്പോൾ ഇത്ര നേരം തറവാട്ടിലെത്തിയുള്ള ഒരു കോലാഹലങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് പൂജ കാണാം. അപ്പം ഇതാണ് നമ്മൾ രാവിലെ എന്താണ് പച്ചരിയുടെ ഇത് വെച്ചിട്ട് പൂജ ഇതാക്കും. എന്നിട്ട് കോഴിയൊക്കെ കട്ടിയിട്ട് അപ്പം അമ്പൂനെ എല്ലാവരും കളിയാക്കിയപ്പോൾ അവൻ്റെ ഒരു എക്സ്പ്രഷനാണ്. ഇപ്പം നിങ്ങൾ ഹായ് എന്ന് പറയുമ്പോൾ ഒന്നും ഹായ് എന്ന് പറയുന്നില്ല. അച്ചമ്മയാണ് ഇവിടെ പൂജയ്ക്ക് ഇതൊക്കെ കേട്ടോ. പിന്നെ ഞാനിതാ ഭസ്മൊക്കെ എടുത്തിട്ട് ഞാൻ തൊഴുത് കഴിഞ്ഞപ്പോൾ ഞാൻ ഭസ്മൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കോഴീനെ മുറിക്കും, കട്ട് ചെയ്യും. അപ്പം അതിനുള്ള ഒരു ഇതാണ് നമ്മളപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ചിക്കനൊക്കെ വെച്ചിട്ട് വീണ്ടും ഒരു പൂജ ഉണ്ട് കേട്ടോ. നമുക്ക് പ്രസാദമൊക്കെ തരും. അതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അതിന് പൂവൊക്കെ കൊടുക്കുന്നുണ്ട്. കൊന്നാൽ പാവം തിന്നാൽ തീരുമെന്നാണല്ലോ. അപ്പം ഇതാ 2 കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേറെ നോർമൽ ചിക്കനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അമ്പൂൻ്റെ അടുത്ത് പറയുകയാണ് ഞാനിപ്പോൾ കോഴിനെ കൊല്ലുന്നു പറയുമ്പോൾ അവൻ ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതെൻ്റെ അനിയൻ വരും തലമുറയാണല്ലോ, ഇപ്പം എല്ലാം കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവനോട് ഇപ്പം തന്നെ എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതിന് കറി വെച്ചിട്ടുള്ളൊരു പൂജ വേറെ കാണാം നമുക്ക്. അപ്പം നമ്മളിപ്പോൾ പാല് വാങ്ങാൻ പോകുന്നുണ്ട്. യെസ് ഗൈസ്, പാല് വാങ്ങാൻ. എൻ്റെ കയ്യിലില്ലേ പയറുണ്ട് കേട്ടോ. പയർമണി സൈഡ് വണ്ടി വരും. പാല് വാങ്ങാൻ വന്ന ഞങ്ങളാണ് ഇപ്പോൾ സമൂസയും ഐസ്ക്രീമും കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കഥയും പറഞ്ഞിട്ട് ഇനി ഇത് അവർ വീട്ടിൽ നിന്ന് വിളിക്കുന്നവരെ നമ്മളിവിടെ പോവില്ല കേട്ടോ. പിന്നെ നമ്മളെ വീടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ 10th +2 പാസ്സായവർക്കുള്ള ട്രോഫിയും കൊണ്ട് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ദേവു വന്നിട്ടുണ്ട് കേട്ടോ. കുടുംബത്തിലുണ്ടാവുമല്ലോ 3 ചേർന്ന് നന്നാവില്ല, 3 പോകുന്ന പോലെ ആ 3 നമ്മൾ. അങ്ങനെയാണ് കട. എങ്ങനെയാടാ ഒരു കുടുംബത്തിൽ എല്ലാവരും ബുദ്ധിയില്ലാത്തവരായിരുന്നു. പിന്നെ അഗൈൻ കറിയൊക്കെ ആയിട്ട് പൂജാട്ട ചോറൊക്കെ വെച്ചിട്ടുള്ള പൂജാട്ട. ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് എന്നിട്ട് പ്രസാദമായിട്ട് തരുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ആ പ്രസാദം. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. ചെറിയമ്മ ചറച്ച് എല്ലാവരും ഉണ്ട്, അച്ഛമ്മമാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് എല്ലാം ഇങ്ങനെ ആക്കുകയാണ്. ചിക്കനൊക്കെ വെച്ച് ആ കട്ട് ചെയ്തിട്ടുള്ള കോഴിനെ വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് എടുക്കുന്ന ചിക്കൻ ആക്കി. അപ്പോൾ ദൈവം എൻ്റെ കയ്യിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പൂവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ ചേച്ചിയുടെ കല്യാണത്തിലാണ് കല്യാണം കഴിഞ്ഞിട്ട് ആ അമ്പലത്തിലും കണ്ട പൂ വെച്ചായിരുന്നു. പിന്നെ ഇതാ ഉണ്ണിമോള് ഭയങ്കര ഭക്തിയിലാണ്. കുട്ടിക്ക് എങ്ങനെയാണ് തൊഴന്നൊക്കെ അറിയാട്ടോ. ആരും പറഞ്ഞൊന്നും കൊടുക്കണ്ട. അവരിങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും കുട്ടി ഇതാ അങ്ങോട്ടേക്ക് പോകും, ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലാണ് അവള് ഇറക്കുന്നത് കേട്ടോ. അതാ
ഇപ്പം ഇരുന്ന് കാണാം. അങ്ങോട്ട് കിഴിയെന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇതാ പിടിച്ചോ, ദൈവം വേണമെങ്കിൽ ക്യാച്ച് പിടിച്ചു, അതെറിഞ്ഞ്. അങ്ങനെയാണ് ഉണ്ണി വളരെ. അപ്പം നമ്മളൊക്കെ കണ്ട് കണ്ട് ചിരിക്കുകയാണ് കേട്ടാ. പക്ഷെ ആള് നന്നായി അങ്ങനെ ഇങ്ങനെയൊക്കെ കാക്കുന്നുണ്ട്. എന്നിട്ട് ഒറ്റ ഇറങ്ങിട്ടൊക്കെ അറിയാട്ടാ. അപ്പം ഞാനും തൊയ്തുണ്ട്. പിന്നെ ഇതാ ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ നേരത്തെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ഇവരൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഇതാ ദേവു പപ്പടം പപ്പടം തരുമോ? പപ്പടം തരുമോ പ്ലീസ്? കുറച്ച് തരുമോ? നല്ല ടൈം മോൾ ചിരിക്കുന്നു മോളെ, ചിരി. പിന്നെ ഇത് അവര് പോവാൻ റെഡി ആയിട്ട്. അപ്പൊ ദൈവം വെള്ളമൊക്കെ കുടിച്ച് ബായ് പറയുന്നുണ്ട്. നമ്മളെങ്ങനെ അവളുടെ സൂസു ശ്രുതിനെ ഇവിടെ ഇരുത്തോന്ന് പറഞ്ഞിട്ട് അവൾ ആദ്യം ചാച്ചി ഇവിടെ ഇരിക്കട്ടെ ദേവു. അപ്പൊ സൂസു ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. പിന്നെ അമ്പാടിയാണെങ്കിൽ ജാട വിട്ട ഒരു കളിയില്ല. അവൻട്ടാ ദേവു പിന്നെ ഞാൻ പാവമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചിരിക്കുന്നുണ്ട്. പക്ഷെ അമ്പാടി അതൊന്നും ഇല്ല കേട്ടോ. പിന്നെ ബായ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും. പിന്നെ അവരൊക്കെ പോയായിരുന്നു. അപ്പം ഞാനിതാ വീട്ടിലേക്ക് കഴിച്ചു വിട്ടു. അപ്പം അതിൻ്റെ ഒരു പ്രഹസനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നാക്കൊക്കെ പല്ലൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇതപ്പോൾ എല്ലാവരും പോകാൻ നിൽക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ തന്നെ എല്ലാവരും പോകാൻ നിൽക്കുന്നത്. ചെറിയതാണ് കേട്ടോ, ആൾ പ്രഗ്നൻ്റ് ആണ്. അപ്പം നെക്സ്റ്റ് പൂജയ്ക്ക് നമ്മുടെ കൂട്ടത്തിൽ പുതിയൊരാളും കൂടി ഉണ്ടാവും. അപ്പോൾ ഒരാളും കൂടെ ആഡ് ആവും. അപ്പോൾ ഇത് അച്ഛൻ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ബായ് ബായ് പറഞ്ഞ് എല്ലാവരെയും ഇതാക്കണം. മഴയതുകൊണ്ട് അച്ഛൻ നിലത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. മഴ അപ്പോൾ മോക്ക് ഡള്ളായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൂജയുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.